اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا. അല്ലാഹുവേ, അനുഗ്രഹീതമായ മാസം, നീ ബഹുമാനിച്ച പരിശുദ്ധിയുടെ ഈ മാസം റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമായി സാക്ഷി പറയിക്കണേ അല്ലാ. ഈ മാസം ഞങ്ങൾക്ക് അനുകൂലം പറയുന്ന അവസ്ഥ ഉണ്ടാക്കണേ അല്ലാ. ലാ ഷാഹിദൻ അലൈനാ, ഈ മാസം ഞങ്ങൾക്ക് പ്രതികൂലമാക്കല്ല അല്ലാ. ഈ മാസം അനുകൂലമായി ഞങ്ങൾക്ക് സാക്ഷി പറയണം. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? റമളാൻ അള്ളാഹുവിന്റെ മുമ്പിൽ സംസാരിക്കുന്ന മാസമാണ്. റമളാൻ അള്ളാഹുവിന്റെ മുമ്പിൽ തന്നെ പരിഗണിച്ചവരെ കുറിച്ച് വർത്തമാനം പറയുന്ന മാസമാണ്. പരിശുദ്ധ റമളാൻ ഭൂമിയിൽ നിന്ന് അള്ളാഹുവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാഹു തആല റമളാനിനോട് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു റമളാൻ? എങ്ങനെ ഉണ്ടായിരുന്നു ഭൂമിയിലെ സന്ദർശനം? നീ ചെന്നിട്ട് ആളുകൾ നിന്നെ എങ്ങനെ വരവേറ്റു, എങ്ങനെ പരിഗണിച്ചു? അള്ളാഹു റമളാനിനോട് ചോദിക്കും. അപ്പോൾ റമളാൻ അതിന് വ്യക്തമായ മറുപടി നൽകും. റമളാൻ അള്ളാഹുവിനോട് തിരിച്ചു സംസാരിക്കും. അള്ളാഹുവേ, ഞാൻ കടന്നു ചെന്നപ്പോൾ അതുവരെ ജമാഅത്തിന് പോലും പങ്കെടുക്കാത്തവർ, അതുവരെ ഫർദ് നമസ്കാരങ്ങൾക്ക് പോലും കൃത്യമായ ശ്രദ്ധ പുലർത്താതിരുന്നവർ, ഞാൻ കടന്നു ചെല്ലലോടുകൂടി അവർ നിസ്കാരങ്ങളിൽ ശ്രദ്ധ പുലർത്തി. അല്ലാ, പടച്ചവനെ, എന്റെ പകലിൽ അവർ പട്ടിണി കിടന്നു. റബ്ബേ, അള്ളാഹുവേ, വിശപ്പ് സഹിക്കാൻ കഴിയാത്തവർ എന്റെ പകല് 13 മണിക്കൂർ അവര് പട്ടിണി കിടന്നു. പടച്ചവനെ, എന്റെ പകൽ അവര് വെള്ളം മാറ്റിവെച്ചു. റബ്ബേ, എനിക്ക് വേണ്ടി അവർ നല്ല നിലയിൽ സ്വാഗതം ചെയ്തു. അല്ലാ എന്ന് റമളാൻ അനുകൂലമായി സാക്ഷി പറയും. അപ്പൊ റമളാൻ അള്ളാന്റെ കോടതിയിൽ സംസാരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ, ഈ മാസം ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. അള്ളാന്റെ റസൂൽ പറയുന്നുണ്ട്, ഹദീസുകളിൽ വന്നതായിട്ട് കാണാം, പരിശുദ്ധ റമളാൻ വഹുവ ഷാഹിദുൻ ലക്കും, റമളാൻ നിങ്ങൾക്ക് സാക്ഷിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം റമളാൻ വിലയിരുത്തുന്നുണ്ട്. നിങ്ങളുടെ തറാവീഹ് റമളാൻ വിലയിരുത്തുന്നുണ്ട്. നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ പാരായണങ്ങൾ, ഈ മാസം നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് എടുത്തിട്ട് കൈയടഞ്ഞിട്ട് സ്വതക്ക ചെയ്യുന്നത്, നിങ്ങൾ നടത്തുന്ന നോമ്പുതുറകൾ, ഇഫ്താറുകൾ, നിങ്ങളുടെ എല്ലാ സൽക്കർമ്മങ്ങളും ഈ മാസത്തെ മുൻനിർത്തി നിങ്ങളുടെ കൽബ് നിങ്ങൾ നന്നാക്കുന്നുണ്ടെങ്കിൽ ഇത് മുഴുവനും റമളാന് സാക്ഷിയാണെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം റമളാൻ വിലയിരുത്തുന്നുണ്ട്, എല്ലാം റമളാൻ കാണുന്നുണ്ട്, റമളാൻ ഇതൊക്കെയും ശേഖരിക്കുന്നുണ്ട്. ഇതെല്ലാം റമളാൻ പ്രത്യേകം ശേഖരിച്ചു വെക്കുന്നുണ്ട്. എന്താണ് അതിന്റെ ആവശ്യമെന്നറിയോ? മഹാന്മാര് കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. ഇമാം താവൂസി തങ്ങള്, മഹാനായ ഇമാം സുഫൂരി തങ്ങൾ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്, എല്ലാ മനുഷ്യരെയും മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്ന സമയം ഖിയാമത്ത് നാളിൽ റമളാൻ അവിടെ ആഗതമാകും. റമളാൻ അവിടെ കടന്നു വന്നിട്ട് പറയും, മനഅതുഹു ശറാബ വത്അമ ഫശഫ്ഇനി ഫീഹി. അല്ലാഹുവേ, ഞാൻ ഇവരുടെ ഭക്ഷണം തടഞ്ഞ ആളാണ്. എന്റെ പകല് ഭക്ഷണം കഴിക്കാൻ ഞാൻ ഇവരെ സമ്മതിച്ചിട്ടില്ല. ഞാൻ ഇവർക്ക് വെള്ളം തടഞ്ഞ ആളാണ്. അല്ലാ, അതുകൊണ്ട് ഫശഫ്ഇനി ഫീഹി, ഇവർക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യാൻ എനിക്ക് അനുവാദം നൽകണേ അല്ലാ. റമളാൻ അല്ലാഹുവിനോട് പറയും, ഞാൻ ഇവരുടെ ഭക്ഷണം തടഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവരുടെ വെള്ളം തടഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവർക്ക് വേണ്ടി ശുപാർശ ചെയ്യട്ടെ പടച്ചവനെ. എന്നിട്ട് റമളാൻ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴും. അല്ലാഹുവിന്റെ മുമ്പിൽ റമളാൻ മഹ്ശറിൽ വെച്ച് സുജൂദിൽ വീഴും. ഫയസ്ജുദു ബൈന യദയില്ലാഹ്. അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, റമളാനിനോട് പടച്ച തമ്പുരാൻ സംഭാഷണം നടത്തുന്നു. സൽ ഹാജതക റമളാൻ. സുജൂദിൽ വീണ റമളാനിനോട് അല്ലാഹു പറയാണ്, എന്താണ് നിന്റെ ആവശ്യം? എന്തേ നീ സുജൂദ് ചെയ്യാനുള്ള കാരണം എന്താണ്? അപ്പോഴാണ് റമളാനിനോട് പടച്ച തമ്പുരാൻ തുടർന്ന് പറയുന്നു, ഫഖുദു ബിയദി മൻ അറഫ ഹഖഖ
സുജൂദിൽ വീണ റമദാനെ നിങ്ങളെ ബഹുമാനിച്ചവരൊക്കെയും ഈ മഹ്ശറിന്റെ പരിസരത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവന്നോ. ആരാണോ നിന്റെ പകലിൽ നോമ്പെടുത്തത്, ആരാണോ നീ വന്നത് പ്രമാണിച്ച് പരിശുദ്ധ ഖുർആൻ ഖത്മ തീർത്തത്, ആരാണോ നിന്നെ ആദരിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടിയിട്ട് സദഖ ചെയ്തത്, ആരാണോ 20 റക്അത്ത് തറാവീഹ് മടുപ്പില്ലാതെ നിന്ന് നിസ്കരിച്ചത്, ആരാണോ നിന്നെ ആദരിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ചത്, അവരെ കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുവന്നോ റമദാൻ. മഹ്ശറിൽ നിന്ന് നീ അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്നോ. അപ്പൊ റമദാൻ എന്ന് ചൊല്ലും. റമദാനിനെ ആദരിച്ച മുഴുവൻ ആളുകളെയും റമദാൻ വിളിച്ചുകൊണ്ടുവരും. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് റമദാൻ കൂട്ടിക്കൊണ്ടുവരും. എന്നിട്ട് റമദാൻ അള്ളാഹുവിനോട് പറയും, ഉരീദു അൻ തതവജ്ജഹ ബിതാജിൽ വഖാർ. അള്ളാഹുവേ, എന്നെ ആദരിച്ച എന്നെ ബഹുമാനിച്ച ആളുകളാ ഞാൻ ഈ കൊണ്ടുവന്നിട്ടുള്ളത്. പടച്ചവനെ, നീ അവർക്കൊരു കിരീടം ധരിപ്പിക്കണേ. അവർക്ക് നീ രാജാക്കന്മാര് ധരിക്കുന്ന കിരീടം വച്ചു കൊടുക്കണേ അല്ലാ. സുൽത്താൻമാരുടെ കിരീടം നീ അവരുടെ തലയിൽ അണിയിക്കണേ അല്ലാ. അവരെന്റെ രാത്രികളിൽ നിന്ന് നിസ്കരിച്ചവരാ, അവരെന്റെ പകലിൽ പട്ടിണി കിടന്നവരാണ് അല്ലാ. അവർ എന്നെ പരിഗണിച്ചവരാണ് പടച്ചവനെ. അതുകൊണ്ട് നീ അവർക്ക് സുൽത്താൻമാരുടെ കിരീടം ധരിപ്പിക്കണേ അല്ലാ. അങ്ങനെ റമദാനിനെ ബഹുമാനിച്ചവരുടെ തലയിൽ മഹ്ശറിൽ വെച്ച് സുൽത്താന്റെ കിരീടം ധരിപ്പിക്കപ്പെടും. സുൽത്താന്റെ കിരീടം ധരിച്ചുകൊണ്ട് റമദാനിനെ ആദരിച്ചവര് മഹ്ശറിൽ ഇങ്ങനെ നിൽക്കുമ്പോ വീണ്ടും റമദാൻ അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവേ, ഇർകബഹും അലൽ ബുറാഖ്. പടച്ചവനെ, ലോകത്തെ ഏറ്റവും ഉന്നതനായ മനുഷ്യൻ കയറിയ വാഹനം, ലോകത്തിലെ ഏറ്റവും അത്യുന്നതനായ വ്യക്തിപ്രഭാവം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയറിയ ആ ഒരേ ഒരു മനുഷ്യൻ മാത്രം കയറിയിട്ടുള്ള ബുറാഖ് എന്ന വാഹനത്തിൽ നീ ഇവരെ കയറ്റണേ അല്ലാ. റമദാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടാണ്. ആ മനുഷ്യരെ മുഴുവനും ബുറാഖ് എന്ന വാഹനത്തിൽ കയറ്റപ്പെടും. എന്നിട്ട് ആ ബുറാഖ് എന്ന വാഹനത്തിൽ കയറിയിട്ട് അവര് ഫിർദൗസ് എന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് മഹാന്മാര് കിതാബുകളിൽ ഹദീസ് ഉദ്ധരിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. റമദാൻ ആദരിച്ചവർക്ക് ലഭിച്ച പ്രതിഫലാണ്. ആര് വാങ്ങിക്കൊടുക്കും? റമദാൻ വാങ്ങിക്കൊടുക്കും. നേരിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീണിട്ട് അള്ളാഹുവിനോട് പറയും, പടച്ചവനെ, ഇവർക്ക് സുൽത്താന്റെ കിരീടം ധരിപ്പിക്കണേ. നബിതങ്ങൾ മാത്രം കയറിയ ബുറാഖ് എന്ന വാഹനത്തിൽ ഇവരെ കയറ്റണേ അല്ലാ. എന്നിട്ട് ഇവരെ ഫിർദൗസിലേക്ക് എത്തിക്കണേ അല്ലാ എന്ന് റമദാൻ അനുകൂലമായി സാക്ഷി പറഞ്ഞ് സ്വർഗം വാങ്ങിക്കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹറ ശരീഫൽ അദീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ. പടച്ചവനെ, റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന മാസമാക്കണേ അല്ലാ. റമദാൻ അനുകൂലമായാൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് ലഭിക്കുന്നത്.